بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട മോമിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ 118 താഹ സൂറത്തിൽ നിന്നുള്ള 109 ആയത്ത് മുതൽ എടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يومئذ لا تنفع الشفاعة إلا من أذن له الرحمن ورضي له قولا يعلم ما بين أيديهم وما خلفهم ولا يحيطون به علما وعنت الوجوه للحي القيوم وقد خاب من حمل ظلما. മൂന്ന് ആയത്തുകളാണ് ഞാൻ ഓതി വെച്ചത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ അർത്ഥവും ആശയവും പറയാം. യൗമൈദിൻ, അന്നെന്ന് പറഞ്ഞാൽ ആ ദിവസം ഖിയാമത്ത് നാളാണ് ഉദ്ദേശിക്കുന്നത്. ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ട്. ജിബാലി ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫ എന്ന ആയത്ത് മുതൽക്ക്, ഈ സൂറത്തിൽ ആ ആയത്ത് മുതൽക്കാണ് ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചുള്ള ചർച്ച. എന്നിട്ട് അവിടെ മുജ്രിമീന യൗമഇദിൻ സുർഖാ യതഖാഫതൂന ബൈനഹും ഇൻ ലബിസ്തും ഇല്ലാ അശ്റ നഹ്നു അഅലമു ബിമാ യഖൂലൂന ഇദ അംസലുഹും തരീഖതൻ ഇൻ ലബിസ്തും ഇല്ലാ യൗമാ യസ്അലൂനക അനിൽ ജിബാലി ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫാ فيذرها قاعا صفصفا لا ترى فيها عوجا ولا أمتا يومئذ يتبعون الداعي لا عوج له وخشعت الأصوات للرحمن فلا تسمع إلا همسا. ഇങ്ങനെ 108 ആയത്ത് വരെ, 102 മുതൽ 108 ആയത്ത് വരെ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ തുടർച്ചയാണ് 109 ആയത്ത്. യൗമഇദിൻ, അന്ന്, ആ ഖിയാമത്ത് നാളിൽ ലാ തൻഫഉ, ഫലപ്പെടുകയില്ല, അശ്ശഫാഅത്തു, ശുപാർശ, ഇല്ലാ മൻ, ചിലർക്കല്ലാതെ, അദിന ലഹുർ റഹ്മാനു, അവന് വേണ്ടി അള്ളാഹു സമ്മതം കൊടുത്തിട്ടുണ്ട്, റളിയ, അവൻ തൃപ്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട് അവന് വേണ്ടി, ഖൗലൻ, വാക്കിനെ എന്ന് പറഞ്ഞാൽ ശഫാഅത്തു ഷാഫിഈ, ശുപാർശ ചെയ്യുന്നവന്റെ ശുപാർശ. അപ്പോൾ ആർക്കും ഷഫാഅത്ത് ചെയ്യാൻ ആർക്കാണോ അള്ളാഹു അനുമതി കൊടുത്തത്, ആർക്ക് വേണ്ടിയാണോ അള്ളാഹു അനുമതി കൊടുത്തത്, അവരുടെ ഷഫാഅത്താണ് ഫലപ്പെടുക. ആർക്ക് വേണ്ടിയാണോ അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുള്ളത് ശഫാഅത്ത് ചെയ്യാൻ, അവർക്ക് മാത്രമേ ഷഫാഅത്ത് ഫലം ചെയ്യുകയുള്ളൂ. ഷഫാഅത്ത് ചെയ്യുന്നവരാരാ? അത് മോമിനീങ്ങൾ, സ്വാലിഹീങ്ങൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഇവരൊക്കെ അതിൽ പെട്ടതാണ്. അള്ളാഹു നമുക്കും അതേ രീതിയിൽ അവരുടെ ആ മഹത്തായ സേവനം നമുക്ക് ഫലപ്പെടുന്ന വിധത്തിൽ അള്ളാഹു ആക്കി തരട്ടെ, ആമീൻ. അങ്ങനെ അപ്പോ സാലിഹ്യങ്ങള്, അമ്പിയാക്കളും, മോമിനീങ്ങള്, പിന്നെ ഔലിയാക്കള്, ഇവരൊക്കെയാണ് ശഫാഅത്ത് ചെയ്യുക. ആർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും? അള്ളാഹു അനുമതി കൊടുത്തവർക്ക് മാത്രമേ അതിന്റെ ഗുണം കിട്ടുകയുള്ളൂ എന്നർത്ഥം. 109 ആയത്തിൽ പറഞ്ഞതാണ്. 110 ആയത്തിൽ യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിഹി ഇൽമാ. യഅലമു, അള്ളാഹുവിനറിയാം, മാ ബൈന അയ്ദീഹിം, അവരുടെ മുന്നിലുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിനറിയാം, വമാ ഖൽഫഹും, അവരുടെ പിന്നിൽ വരാൻ പോകുന്ന കാര്യങ്ങളും അറിയാം, വലാ യുഹീതൂന, ആർക്കും പൂർണ്ണമായി അറിയുകയില്ല, ബിഹി ഇൽമ, പൂർണ്ണമായി ഒരു വിവരവും ഇല്ല എന്നർത്ഥം. അള്ളാഹുവിനറിയുന്നത് പോലെ ആർക്കും അറിയാൻ കഴിയില്ല എന്നുള്ളതാണ് അർത്ഥം. ഈ 2 ആയത്തിൻ്റെയും തഫ്സീർ വായിക്കാം. യൗമ ലാ തൻഫഉ ശഫാഅത്തു ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വറദിയ ലഹു ഖൗല.
ആ ഭയങ്കരമായ ദിവസം ലാ തൻഫഉ ശഫാഅത്തു, ഷഫാഅത്ത് ഫലം ചെയ്യുകയില്ല, ശുപാർശ ഫലം ചെയ്യുകയില്ല, അഹദൻ ആർക്കും, ഇല്ലാ ലിമൻ അദിന, അള്ളാഹു സമ്മതം കൊടുത്തിട്ടുണ്ട്, ലഹു അവന് വേണ്ടി, റഹ്മാനായ അള്ളാഹു സമ്മതം കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഫലം ചെയ്യുന്നർത്ഥം. അപ്പൊ റളിയ ലിഅജ്ലിഹി ശഫാഅത്തു ഷാഫി, ആരുടെ കാര്യത്തിന് വേണ്ടിയാണോ അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുള്ളത്, ശഫാഅത്ത് ചെയ്യുന്നവന്റെ ശുപാർശ ആർക്ക് വേണ്ടിയാണോ അള്ളാഹു തൃപ്തിപ്പെട്ടത് അവർക്ക് മാത്രമേ ശഫാഅത്ത് ഫലം ചെയ്യുകയുള്ളൂ. പിന്നെ യഅലമു മാ ബൈന ഐദീഹിം എന്ന് പറഞ്ഞ് യഅലമു തആല അഹ്വാലുൽ ഖലായിഖ്, സൃഷ്ടികളുടെ സ്ഥിതിഗതികളെല്ലാം അള്ളാഹുവിന് അറിയാം. മുന്നിലുള്ളതും പിന്നിലുള്ളതും ഒക്കെ അറിയും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ദുന്യാവിലുള്ള കാര്യങ്ങളും അറിയാം അള്ളാഹ്ക്ക്, ആഖിറത്തിലുള്ള കാര്യങ്ങളും അറിയാം. വലാ യഖ്ഫാ അലൈഹി ഖാഫിയത്തും മിൻ ഉമൂരി ദുനിയ വൽ ആഖിറ, ദുന്യാവിന്റെയും ആഖിറത്തിന്റെയും കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും കാര്യം അള്ളാഹുവിനെ തൊട്ട് അപ്രത്യക്ഷമാവുകയോ അറിയാതെ വരികയോ ചെയ്യുകയില്ല എന്നർത്ഥം. പിന്നെ 111-ാമത്തെ ആയത്ത്, വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം വഖദ് ഖാബ മൻ ഹമല ദുൽമാ. അനത്തിൽ വുജൂഹു, മുഖങ്ങൾ കീഴൊതുങ്ങിപ്പോയി, ഒന്നും അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്ത വിധം മുഖങ്ങളെല്ലാം കീഴടങ്ങിപ്പോയി. ആരാണത്? ആർക്ക് വേണ്ടിയ? ആരുടെ മുഖങ്ങളാണ്? സൃഷ്ടികളിൽ കുറ്റവാളികളായ ആളുകളുടെ മുഖങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാനി, ശബ്ദങ്ങളെല്ലാം അല്ലാഹുവിനെ കീഴടങ്ങിപ്പോയി, ഒരു ശബ്ദം എവിടെയും കേൾക്കില്ല. മുഖങ്ങൾ കീഴടങ്ങി എന്നാ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മുഖങ്ങൾ കീഴടങ്ങി എന്ന് പറഞ്ഞാൽ ഒരു നിലയിലും അവരുടെ മുഖത്തിന്റെ ആ ഭാവം എന്തായിരിക്കും? വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ്. ദുഃഖകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ വഖദ് ഖാബ, പരാജയപ്പെട്ടിട്ടുണ്ട്, മൻ ഹമല ദുൽമ, വഖദ് ഖാബ മൻ ഹമല ദുൽമ. അനത്തിൽ വുജൂഹു, മുഖങ്ങൾ കീഴടങ്ങി, ലിൽ ഹയ്യി, എന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിന്, അൽ ഖയ്യൂം, എല്ലാ കാര്യങ്ങളും ആകാശഭൂമികളുടെയും എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന അള്ളാഹുവിന് കീഴടങ്ങി. ഒരു ഭാവപ്രകടനം അവർക്ക് നടത്താൻ കഴിയില്ല. മുഖത്ത് നോക്കിയാൽ തന്നെ അവരുടെ ദുഃഖം വലിയ വമ്പിച്ച ദുഃഖമായിട്ട് കാണാം. എന്താ കാരണം? വഖദ് ഖാബ മൻ ഹമല ദുൽമ, തീർച്ചയായും പരാജയപ്പെട്ടിട്ടുണ്ട്, മൻ ഹമല, മൻ ഹമല ദുൽമ, മൻ ഒരുത്തൻ. ചിലർ പരാജയപ്പെട്ടു പോയിരിക്കുകയാണ്. എങ്ങനെയുള്ള ചിലര് ഹമല, അവർ വഹിച്ചുകൊണ്ട് നടക്കുകയാണ്, ദുൽമൻ, അക്രമഭാരത്തെ വഹിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ പരാജയപ്പെട്ടു പോയത് തന്നെയാണ്. അപ്പൊ ആ പരാജയം അവര് ആ ഖിയാമത്ത് നാളിൽ എവിടെ നോക്കിയാലും അവർക്ക് കാണാൻ കഴിയും. ഖിയാമത്ത് നാളിൽ, അതായത് അൽ ഖൈബ വശഖ്വ വസൂൽ ഹിസാബ്, പരാജയവും വിചാരണയുടെ അനന്തര ഭവിഷ്യത്തുകളെ സംബന്ധിച്ചും അവർക്ക് നോക്കിയാൽ കാണാം. ആ ഖിയാമത്ത് നാളിൽ അത്രയും ഭീകരതയാണ് അവിടെ അനുഭവപ്പെടുന്നത്. ആർക്ക്? സൃഷ്ടികളിൽ ദോഷികളായ ആളുകൾ. അതിന്റെ പേരിൽ അവർ പരാജയപ്പെട്ടു പോയി എന്ന് അല്ലാഹു തആല പറയും. 112-ൽ വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം വഖദ് ഖാബ മൻ ഹമല ദുൽമ. അത് 111. 112, വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി വഹുവ മുഅ്മിനുൻ ഫലാ യഖാഫു ദുൽമൻ വലാ ഹദ്മാ. വമൻ യഅമൽ, ആരെങ്കിലും പ്രവർത്തിച്ചാൽ, മിനസ് സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രവർത്തിച്ചാൽ, വഹുവ മുഅ്മിനുൻ, അവൻ മുഅ്മിനുമാണ്. മുഅ്മിനായ നിലക്ക് പ്രവർത്തിക്കണം. കാഫിറായ നിലക്ക് അവിശ്വാസിയാകാൻ പാടില്ല. 100% സത്യവിശ്വാസിയായിക്കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോയ ആളുകൾ, അങ്ങനെ മുഅ്മിനായ നിലക്ക് മരിച്ചുപോയ ആളുകൾക്കാണ് എന്ത് പറഞ്ഞത് ഇനി പറയാൻ പോകുന്നത്. വമൻ യഅമൽ, ആര് പ്രവർത്തിച്ചു,
അസ്വാലിഹാത്തി മിനസ്വാലിഹാത്തി സൽക്കർമ്മങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രവർത്തിച്ചു, അവൻ മൂമിനുൻ, അവൻ മൂമിനാണ്, മൂമിനായ നിലക്ക് പ്രവർത്തിക്കണം. അപ്പോൾ കാഫിറായ നിലക്ക് പ്രവർത്തിച്ചിട്ട് കാര്യമില്ല എന്ന് അത് വേറെ ചില ആയത്തുകളിലും പറഞ്ഞിട്ടുണ്ട്. കാഫിറായ നിലക്ക് എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്താൽ അതിന്റെ ഫലം ദുന്യാവിൽ തന്നെ അവർക്ക് കിട്ടിയിരിക്കും, ആഖിറത്തിൽ കിട്ടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഏതുപോലെ മസലുല്ലദീന കഫറു, ആ ആയത്തുകൾ ഇതാണ്. മസലുല്ലദീന കഫറു അഅ്മാലുഹും കസറാബിൻ ബിഖീഅത്തിൻ മസലുല്ലദീന കഫറു അഅ്മാലുഹും കറമാദിൻ ഇഷ്തദ്ദത് ബിഹി റീഹ്. കാഫിരീങ്ങളായ ആളുകളുടെ പ്രവർത്തനത്തിന്റെ ഉദാഹരണം അത് വെണ്ണീർ പോലെയാണ്. ശക്തിയായ കാറ്റടിച്ച് വീശുമ്പോൾ ആ വെണ്ണീർ ധൂളിയായി പോകും. ഇതുപോലെയാണ് സൽക്കർമ്മങ്ങൾ ചെയ്ത കാഫിറുകളായ ആളുകൾ, അവിശ്വാസികൾ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അതുകൊണ്ടുണ്ടാവുന്ന ഗുണം അത്രയേ ഉള്ളൂ. കാരണം ദുന്യാവിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹു ഉദ്ദേശിച്ചാൽ ദുന്യാവിൽ തന്നെ അതിന്റെ പ്രതിഫലം കിട്ടും, ആഖിറത്തിലേക്ക് വെക്കില്ല. അതാണ് ഈമാൻ ഇല്ലാതെ കണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്താലുള്ള അനന്തരഫലം. അതുപോലെ തന്നെ ഈ വെണ്ണീറിനോട് സാമ്യപ്പെടുത്തിയ പോലെ ഈ മരീചികയോട് സാമ്യപ്പെടുത്തുന്നുണ്ട്. മസലുല്ലദീന കഫറു അഅ്മാലുഹും കസറാബിൻ ബിഖിഅത്തിൻ യഹ്സബുഹുൽ ളംആനു മാഅ. മരുഭൂമിയിൽ ഈ വെള്ളം പോലെ ഇങ്ങനെ തോന്നിപ്പിക്കും ആ മരീചിക ലംഘുന്നത് കണ്ടാൽ, കിടന്ന് തിളങ്ങുന്നത് കണ്ടാൽ. വെള്ളമാണോ എന്ന് ദാഹിച്ചു വലഞ്ഞവൻ, മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ദാഹിച്ചു വലഞ്ഞവൻ അകലേക്ക് നോക്കുമ്പോൾ കാണപ്പെടുന്നത് വെള്ളം പോലെ തിളങ്ങുന്ന ഒരവസ്ഥ. അപ്പോൾ ദാഹിച്ചു വലഞ്ഞവൻ വിചാരിക്കും അത് വെള്ളമാണെന്ന്. എന്നാൽ വെള്ളമല്ല. അടുത്ത് നോക്കുമ്പോൾ വെള്ളമില്ല, ഒരു സാധനവുമില്ല, ഒന്നും കാണാൻ കഴിയില്ല. അതുപോലുള്ള ഒരവസ്ഥയാവും. വെണ്ണീറിനേക്കാൾ വെണ്ണീറായിട്ട് കാണാം, വെണ്ണീറായിട്ട് ധൂളിയായിട്ട് പോണത് കാണാം. പക്ഷെ മരീചിക ഒന്നും കാണില്ല. അതൊരു പ്രതിഭാസമാണ് ഈ മരീചിക എന്ന് പറയുന്നത്. ആ മരീചിക കാണാൻ കഴിയില്ല. അപ്പോ ദാഹിച്ചു വലഞ്ഞവൻ വെള്ളമാണെന്ന് ഉദ്ദേശിക്കുമ്പോൾ വെള്ളമല്ല, ഒരു സാധനം അവിടെ കാണാൻ കഴിയില്ല. അതുപോലെയാണെന്നാണ്. അപ്പൊ രണ്ട് ഉദാഹരണങ്ങളിലൂടെ അല്ലാഹു തആല കാഫിരീങ്ങളായ ആളുകളുടെ, അവിശ്വാസികളായ ആളുകളുടെ സൽക്കർമ്മത്തെ ഇവിടെ പരിചയപ്പെടുത്തിയത്. അപ്പോ മൂമിനായ നിലയിൽ സൽക്കർമ്മങ്ങൾ ആരെങ്കിലും ചെയ്താൽ ഫലാ യഖാഫുൻ, ഭയപ്പെടേണ്ടി വരില്ല. ദുൽമൻ, അക്രമത്തെ ഭയപ്പെടേണ്ടി വരില്ല. വലാ ഹദമ, അനീതിയെയും ഭയപ്പെടേണ്ടി വരില്ല. എന്ന് പറഞ്ഞാൽ മൂമിനായ ഒരു മനുഷ്യനാണ്, അവൻ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ സൽക്കർമ്മങ്ങൾ തന്നെ അവസാനം വന്ന് നോക്കുമ്പോൾ അവന്റെ സൽക്കർമ്മം ചെയ്തതിൽ അവിടെ കുറവ് വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു അനീതി പരലോകത്ത് നടപ്പിൽ വരില്ല. എന്നാൽ ലുൽമ്, ഇത് ഹദമിലാ പെടുക, അനീതിയിലാ പെടുക. ഞാൻ ചെയ്ത ഗുണങ്ങള്, നന്മകളൊക്കെ അതിന്റെ ശതമാനം കുറഞ്ഞു പോയാൽ അത് വളരെ അനീതിയാ ചെയ്തത് എന്ന് പറയുമല്ലോ. ഇനി അക്രമം അവിടെ സംഭവിക്കില്ല, അക്രമം നടത്തപ്പെടുകയില്ല. കാരണം അക്രമം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ തിന്മ ചെയ്തത്, തിന്മയുടെ അളവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഞാൻ അറിയാതെ. അങ്ങനെ ഒരു സംഭവം നടക്കുക, അതുമില്ലാന്ന്. അപ്പൊ ദോഷികൾക്ക് അവരുടെ തിന്മകളിൽ വർധനവ് വരുത്തുകയോ മോമിനിങ്ങൾക്ക് അവരുടെ നന്മകളിൽ കുറവ് വരുത്തുകയോ ചെയ്യുന്നതായ അക്രമവും അനീതിയും അത് അവർ പേടിക്കേണ്ടതില്ല എന്നർത്ഥം. അങ്ങനെ ഒരു സംഭവം നടക്കില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. 112 113 ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് وَكَذَلِكَ أَنزَلْنَاهُ قُرْآنًا عَرَبِيًّا وَصَرَّفْنَا فِيهِ مِنَ الْوَعِيدِ فَلَعَلَّهُمْ يَتَّقُونَ أَوْ يُحْدِثُ لَهُمْ ذِكْرًا. ഈ 112 ആയത്ത് 13 ആയത്ത് മുതൽക്ക് അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എടുക്കാം. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്കും ചെയ്യുക. ബാക്കി 114 ആയത്ത് മുതൽ അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.